ഇന്നലെ പുലർച്ചെയായിരുന്നു ഷൈൻ ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് ചാക്കോ മരണപ്പെട്ടത്. മലയാളികളെ ഞെട്ടിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു ഇന്നലെ രാവിലെ ഇത്. കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു ഷൈൻ ടോം ചാക്കോയുടെ പിതാവിന്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിച്ചത്. നാട്ടിലേക്ക് ഷൈൻ ടോം ചാക്കോ തന്നെയായിരുന്നു പിതാവിന്റെ മൃതദേഹവും കൊണ്ടെത്തിയത്. എന്നാൽ അപകടം സംഭവിച്ച സമയത്ത് വലിയൊരു ഞെട്ടൽ തന്നെയായിരുന്നു ഷൈനിനുണ്ടായത്. ഷൈനും അമ്മയൊക്കെ തന്നെയും ആശുപത്രിയിൽ വെവ്വേറെ റൂമുകളിലായിരുന്നു. ചികിത്സയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഷൈൻ അമ്മയെ കണ്ട സമയത്ത് പൊട്ടിക്കരയുകയായിരുന്നു. അച്ഛനെ നഷ്ടപ്പെട്ട വേദനയായിരുന്നു ഷൈന്. ആശ്വാസം അമ്മയായിരുന്നു എന്നറിഞ്ഞു എന്നുണ്ടെങ്കിൽ പോലും ഷൈൻ അമ്മയോട് പിതാവിന്റെ മരണകാര്യം പറഞ്ഞിരുന്നില്ല. പിന്നീടാണ് ഷൈൻ ടോം ചാക്കോ പിതാവിനെയും കൊണ്ട് നാട്ടിലേക്ക് എത്തിയത്. ഷൈൻ ടോം ചാക്കോയുടെയും കുടുംബത്തിന്റെയും ആശുപത്രിയിലെ അവസ്ഥകളൊക്കെ തന്നെയും മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു. അതിൽ നിന്നും തന്നെ ആരാധകർക്ക് എല്ലാവർക്കും ഒരു കാര്യം വ്യക്തമാണ്. ഷൈൻ ടോം ചാക്കോയ്ക്ക് സിനിമയ്ക്ക് അകത്ത് വെച്ചും പുറത്തു വെച്ചും പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ തകർന്ന ഒരവസ്ഥയിൽ ഷൈനെ ഇതുവരെയായിട്ടും ആരാധകർ കണ്ടിട്ടേയില്ല. സിനിമയ്ക്ക് അകത്ത് വെച്ചും പുറത്തു വെച്ചും പല പ്രശ്നങ്ങളും ഷൈൻ ടോം ചാക്കോയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ തന്നെയും താങ്ങും തണലുമായിരുന്നത് ഷൈൻ ടോം ചാക്കോയുടെ പിതാവായ ചാക്കോ തന്നെയായിരുന്നു. ഇങ്ങനെ ഒരു പിതാവിനെ, മക്കളെ ഇത്രമാത്രം സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു പിതാവിനെ മലയാളികൾ ഇന്നേ വരെ കണ്ടിട്ടില്ല എന്നായിരുന്നു അന്ന് ആരാധകരൊക്കെ തന്നെയും പറഞ്ഞിരുന്നത്. ചെറുപ്പം മുതലേ തന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തായിരുന്നു തന്റെ അച്ഛൻ ഷൈൻ ടോം ചാക്കോയ്ക്ക്. ആ തണൽമരമാണ് ഇന്നലെ ഇല്ലാതായത്. അതും ഷൈൻ ടോം ചാക്കോയ്ക്ക് വേണ്ടിയായിരുന്നു എല്ലാവരും കുടുംബസമേതം ഒരു യാത്രയ്ക്ക് ഒരുങ്ങിയത്. ബാംഗ്ലൂരിലേക്കായിരുന്നു ഇരുവരും പോവാനിരുന്നത്. ബാംഗ്ലൂരിൽ ലഹരിമുക്ത ചികിത്സയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ഷൈനെ എത്തിക്കാനുണ്ടായത്. അതിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഷൈനും കുടുംബവും ബാംഗ്ലൂരിലേക്ക് യാത്ര തുടങ്ങിയത്. അച്ഛനും അമ്മയും സഹോദരനും ഒരു സഹായിയുമായിരുന്നു വണ്ടിയിലുണ്ടായത്. ഷൈനും ഒപ്പമുണ്ടായിരുന്നു. തമിഴ്നാട് സേലത്ത് വെച്ചായിരുന്നു കാറും ലോറിയും കൂട്ടിയിടിച്ച് വലിയൊരു അപകടമുണ്ടായത്. അപകടത്തിൽപ്പെട്ട് ഷൈൻ ടോം ചാക്കോയുടെ പിതാവായ ചാക്കോ അതേസമയം തന്നെ മരണപ്പെടുകയായിരുന്നു. മറ്റുള്ളവരെയൊക്കെ തന്നെയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു എന്നുണ്ടെങ്കിൽ പോലും അവർക്കൊന്നും ഗുരുതര പരിക്കുകൾ ഏറ്റിട്ടേയില്ലായിരുന്നു. ഷൈൻ ടോം ചാക്കോയുടെ ഇടത് കൈ ഒടിഞ്ഞിട്ടുണ്ട്. സഹോദരന് ചെറിയ മുറിവുകൾ പറ്റിയിട്ടുണ്ട്. അമ്മയ്ക്കും ചെറിയ മുറിവുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ബോധം വന്ന സമയത്ത് അമ്മ ആദ്യം തിരക്കിയത് തന്റെ ഭർത്താവിനെയായിരുന്നു. ഭർത്താവ് മരണപ്പെട്ട കാര്യം അമ്മ ആ സമയത്ത് അറിഞ്ഞതേയില്ലായിരുന്നു. ധർമ്മപുരിയിലെ ഗവൺമെന്റ് ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛന്റെ മൃതദേഹം സൂക്ഷിച്ചിരുന്നത്. ഇന്ന് രാവിലെയായിരുന്നു മൃതദേഹം നാട്ടിലേക്ക് എത്തിയത്. ഷൈൻ ടോം ചാക്കോ തന്നെയായിരുന്നു അച്ഛന്റെ മൃതദേഹവുമായി നാട്ടിലേക്ക് എത്തിയത്. അമ്മയെ കണ്ടതും ഷൈൻ ടോം ചാക്കോ പൊട്ടിക്കരയുകയായിരുന്നു. അമ്മയുടെ ഏക ആശ്വാസം 2 ആൺമക്കളാണ് എന്നുണ്ടെങ്കിൽ പോലും ആ ആൺമക്കളുടെ മനസ്സുവരെ തകർന്നു പോകുന്ന രീതിയിലായിരുന്നു അച്ഛന്റെ അപ്രതീക്ഷിത വിയോഗ വാർത്ത. ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും.